Here we start a new theorem, Lebesgue dominated convergence theorem in measure theory. Lebesgue dominated convergence theorem. The statement is, let Fn be a sequence of integrable functions which converges almost everywhere to a real valued measurable function f. If there exists an integrable function g such that mod Fn less than or equal to g for all n, then f is integrable, and integral f d mu equal to limit integral Fn d mu. This is the output of the monotone convergence theorem. Monotone convergence തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ എഫ് ഡി മി ഈക്വൾ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മി. ഇവിടെ എഫ് എന്നെ ഡൊമിനേറ്റ് ചെയ്ത് അതിനേക്കാൾ വലുതാകുന്നൊരു ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ജി ഉണ്ടെങ്കിൽ അവിടെ ഇൻക്രീസിങ് എന്ന് പറയാതെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് മൊണോട്ടോൺ കൺവർജൻസ് തിയറത്തിൽ ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മൊണോട്ടോൺ മീൻസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇപ്പോൾ ഇൻക്രീസിങ്ങിൻ്റെ കേസ് അവിടെ പറഞ്ഞിരുന്നത് മൊണോട്ടോൺ ഇൻക്രീസിങ്. അത് പറയാതെ ഡൊമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവരി എഫ് എൻ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പർട്ടിക്കുലർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ജി, ദെൻ എഫ് ഈസ് ഇൻ്റഗ്രബിൾ ആൻഡ് ഇൻ്റഗ്രൽ എഫ് ഡി മി ഈക്വൽ ടു നമ്മുടെ മൊണോട്ടോൺ കൺവർജൻസ് തിയറത്തിൻ്റെ അതേ സ്റ്റേറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ മൊണോട്ടോൺ കൺവർജൻസ് തിയറവും ഉണ്ട്, ലെബേക്ക് ഡൊമിനേറ്റഡ് കൺവർജൻസ് തിയറവും ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം ഇതേ ഉള്ളൂ, ഒന്ന് ഡൊമിനേറ്റ് ചെയ്യുന്നു, മറ്റേത് ഇൻക്രീസ് ചെയ്യും തരും, മൊണോട്ടോൺ ഒന്ന് തരും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ മോഡ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി തന്നിട്ടുണ്ട് ഫോർ എവരി എൻ ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഇതേ ഇൻഇക്വാളിറ്റി തന്നെ ഫോളോ ചെയ്യും. മോഡ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, ദിസ് ഈസ് ഗിവൺ ആസ് എഫ് ഈസ് ഗിവൺ. അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഫോർ എവരി എൻ. ദെൻ ബൈ കൊറോളറി 5.4 എഫ് ഈസ് ഇൻ്റഗ്രബിൾ. കൊറോളറി 5.4 അതാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് മെഷറബിളാണ്, ജി ഇൻ്റഗ്രബിളാണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ എഫ് ഈസ് ഇൻ്റഗ്രബിൾ. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. നമ്മൾ ആ ഫോമിലാണ് ക്ലിയർ ചെയ്യണം. ഈ മോഡ് എഫ് എന്ന് പറഞ്ഞാൽ മോഡ് പ്ലസ് ഓർ മൈനസ് എന്നാണ്. മോഡ് എഫ് എൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ജി എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് എൻ ലെസ് ദാൻ ഓർ ജി ഉണ്ട്, മൈനസ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ജി ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ജി പ്ലസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, ജി മൈനസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് എത്തി. അവയെല്ലാം മെഷറബിളുമാണ്, ഇൻ്റഗ്രബിളുമാണ്. അങ്ങനെ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? നോൺ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഏത് അപ്ലൈ ചെയ്യാം? ഫട്ടൂസ് ലെമ്മ അപ്ലൈ ചെയ്യാം. ഫട്ടൂസ് ലെമ്മയും തിയറം 5.5 അപ്ലൈ ചെയ്യാം. ഫട്ടൂസ് ലെമ്മ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത്, ഇതിനെ വേണമെങ്കിൽ ഇതേപോലെ എഴുതാം, ജി പ്ലസ് എഫ് ഡി മ്യൂ. അപ്പോൾ ജി പ്ലസ് എഫ് എന്ന് പറയുന്നത് ജി പ്ലസ് എഫ് എൻ്റെ കൺവെർജ് ചെയ്യുന്ന പോയിൻ്റാണ്. ജി പ്ലസ് എഫ് എൻ എന്ന സീക്വൻസ് കൺവെർജ് ചെയ്യുന്നത് ജി പ്ലസ് എഫിലേക്കാണ്. അപ്പോൾ ഫട്ടൂസ് ലെമ്മ പ്രകാരം ദീസ് ലിമിറ്റിംഗ് വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ജി പ്ലസ് എഫ് എൻ ഡി. ഇതാണ് ഫട്ടൂസ് ലെമ്മ. എഫ് എൻ കൺവെർജസ് ടു എഫ് ആണെങ്കിൽ
ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഡി മ്യൂ എന്ന് എഴുതും. അപ്പോൾ ജി പ്ലസ് എഫ് എൻ ആകുമ്പോൾ ജി പ്ലസ് എഫ് എൻ എന്ന് എഴുതി. അത് കൺവെർജ് ചെയ്യുന്ന പോയിൻ്റ് ജി പ്ലസ് എഫ് ആണെങ്കിൽ അവിടെ ജി പ്ലസ് എഫ് എന്ന് എഴുതി. അങ്ങനെ വ്യത്യാസം. ഇനി ഇവിടെ ആ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എങ്ങനെ? ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ. ഓക്കെ, ഇതിൽ എഫ് ജി എന്ന് പറയുന്നത് അവിടെ ലിമിറ്റും ഇൻഫിയും എടുക്കേണ്ട കാര്യമില്ല. എഫ് എന്നിലാണ് വേരിയേഷൻ ഉള്ളത്. എഫ് വൺ എഫ് ടു ഇപ്പോൾ ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ഇൻഫിയും എടുക്കുന്നു. ജിയിലൊന്നുമില്ല, ആകെ പർട്ടിക്കുലർ അല്ല ഒരു ഫിക്സഡ് വാല്യൂ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി. നമുക്ക് ലെഫ്റ്റിൽ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ. നോട്ട് നോക്കേ, ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ദാറ്റ്. ദെൻ ദിസ് ഈസ് ക്യാൻസൽഡ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ നോൺ നെഗറ്റീവ് പോസിറ്റീവ് ആണ്, അപ്പോൾ പ്രശ്നമില്ല. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇൻഇക്വാളിറ്റി ഈസ് ദെയർ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ. ഇങ്ങനൊരു ഇൻഇക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ സിമ്പിളാണ്. പട്ടൂസ് ലെമ്മ അപ്ലൈ ചെയ്യുന്നു. പട്ടൂസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ നെഗറ്റീവ് ആയിരിക്കണം. നോൺ നെഗറ്റീവ് ആകുമ്പോൾ കൺവെർജ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ദാറ്റ് സീക്വൻസ്. അതിനെ റീഅറേഞ്ച് ചെയ്ത് ആൻസറിലേക്ക് പോയി. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ നമുക്ക് ഒന്നുള്ളത് ജി മൈനസ് എഫ് എൻ ആണ്. ഈ ജി മൈനസ് എഫ് എൻ ഇതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഈസ് ഈക്വൽ ടു ജി മൈനസ് എഫ് ഡി മ്യൂ. Then using Fatou's lemma, it is less than or equal to limit infimum integral g minus f n d mu. Then നേരത്തെ ചെയ്തപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ജിയിൽ അവിടെ എൻ ഒന്നുമില്ല, വേരിയേഷൻ ഇല്ല. അപ്പോൾ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ത് കട്ടായിപ്പോയി. ദെൻ ലെഫ്റ്റിൽ ആൻഡ് റൈറ്റിൽ നെഗറ്റീവ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ. ഇനിക്വാളിറ്റി നമുക്കറിയാം, ഇൻ്റഗ്രൽ നെഗറ്റീവ് കട്ടായി പോകുമ്പോൾ അത് റിവേഴ്സ് അടിക്കും. ലിമിറ്റ് ഓക്കെ, ലിമിറ്റ് ഇൻഫിമം മൈനസ് എഫ് എൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇൻഫിമം മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് സുപ്രീമം എഫ് ആണ്. ആ പ്രോപ്പർട്ടിയുടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ കിട്ടിയതും നേരത്തെ കിട്ടേണ്ട കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലിമിറ്റ് സുപ്രീമം എഫ് എൻ ഡി മ്യൂ is less than or equal to f d mu less than or equal to limit infimum f n d mu. ഓക്കെ, നമുക്കറിയാം ഈ ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്രീമവും ഈക്വൽ ആകുമ്പോഴാണ് എഫ് എൻ കൺവെർജൻ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലിമിറ്റ് ഇൻഫിമം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം വാല്യൂ ആണ്. എപ്പോൾ ലിമിറ്റ് ഇൻഫിമം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമമാണ്. നമുക്കിവിടെ റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ലിമിറ്റ് സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ലിമിറ്റ് ഇൻഫിമമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഈക്വലായിട്ട് മാറും. ദെയർഫോർ നമുക്ക് ലഭിക്കുന്നത് ഇതെല്ലാം ഈക്വൽ ആകുമ്പോൾ ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി മ്യൂ ലിമിറ്റ് സുപ്രീമം എഫ് എൻ ഡി മ്യൂയുടെ ഈക്വൽ ആകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിമിറ്റ് സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം. പക്ഷേ ആൾറെഡി ഉള്ള റിസൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ഇൻഫിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം. ദെയർഫോർ ദേ ആർ ഈക്വൽ. ദേ ആർ ഈക്വൽ മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ്, ദാറ്റ് ഈസ് കൺവെർജൻറ്റ്. ദെയർഫോർ
ലിമിറ്റ് ലിമിറ്റ് ഇൻഫിമം ഈക്വൾ ടു ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എഫ് എൻ ഡി മി എന്ന് എഴുതും. ലിമിറ്റ് ഇൻഫിമം ഇങ്ങനെ ലിമിറ്റ് ഇൻഫിമം എക്സ് എൻ ഈക്വൾ ടു ലിമിറ്റ് സുപ്രീമം എക്സ് എൻ. Then we say the sequence is convergent. That is limit xn is exist. അതാണ് മീനിങ്. ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റൊക്കെ കാണുന്ന രീതിയുണ്ട്. നമ്മൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ. അതിൻ്റെ വേറൊരു വെർഷനാണ് ലിമിറ്റ് സുപ്രീമം കാണുക, ലിമിറ്റ് ഇൻഫിമം കാണുക. രണ്ട് ഈക്വൽ ആണെങ്കിൽ അത് കൺവർജൻ്റാന്ന് പറയും. കൺവർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ എക്സിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡി മി ആർക്ക് ഈക്വൽ ആകും? ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി. ഓക്കെ, വളരെ സിമ്പിൾ തിയറമാണ്, എക്സാം വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നോട്ട് വായിക്കുക, നോട്ട്സ് വീണ്ടും വായിക്കുക. ദെൻ അത് വീഡിയോ ഒരു മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും കാണുക, കേൾക്കുക. അപ്പോൾ എല്ലാം ക്ലിയർ ആവും.